നമസ്കാരം. ചരിത്രജാലകത്തിലേക്ക് സ്വാഗതം. ഐസ് പാളികൾക്കിടയിൽ കുഴിച്ചുമൂടപ്പെട്ട അമേരിക്കയുടെ ആ രഹസ്യം, സിറ്റി അണ്ടർ ദ ഐസ്, ഇത് കണ്ടെത്തിയിരിക്കുകയാണ് നാസ ഇപ്പോൾ. ഐസ് പാളികൾക്ക് 100 അടി താഴ്ചയിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട രഹസ്യം ഗവേഷകർ തുറന്നെടുത്തത്. ഈ വർഷം ഏപ്രിലിൽ നാസ ശാസ്ത്രജ്ഞനായ ചാഡ് ഗ്രീൻ ഗ്രീൻലാൻഡ് ഐസ് പാളികളുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് അമേരിക്ക കുഴിച്ചുമൂടിയ ഒരു വലിയ രഹസ്യം ഇവർക്ക് മുന്നിൽ അനാവൃതമായത്. ഐസ് പാളികൾക്ക് 100 അടി താഴ്ചയിൽ മഞ്ഞുപാളികൾക്കിടയിൽ ശീതയുദ്ധകാലത്തെ അമേരിക്കയുടെ രഹസ്യ മിലിറ്ററി ക്യാമ്പിന്റെ അവശിഷ്ടങ്ങളാണ് മറഞ്ഞിരുന്നത്. നൂതനമായ റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടന്ന ഒരു പരിശോധനയിലൂടെയാണ് ഐസ് പാളികൾക്കിടയിൽ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ സംബന്ധിച്ച സിഗ്നൽ ഗവേഷകർക്ക് ലഭിക്കുന്നത്. ആദ്യം ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞൻ അലക്സ് ഗാർഡ്നർ പറഞ്ഞത്. നൂതനവും കാര്യക്ഷമവുമായ അൺഇൻഹാബിറ്റഡ് ഏരിയൽ വെഹിക്കിൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഇതുപയോഗിച്ച് ഈ ഭാഗത്ത് വീണ്ടും പരിശോധനയുണ്ടായി. വീണ്ടും ഈ ഭാഗത്ത് പരിശോധിച്ചപ്പോഴാണ് ഐസ് പാളികൾക്കിടയിലെ രഹസ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിച്ചതെന്ന് ഗവേഷണത്തിന്റെ ഭാഗമായിരുന്ന ശാസ്ത്രജ്ഞർ ചാഡ് ഗ്രീനും പറഞ്ഞു. 1959 ഉത്തര ധ്രുവത്തെക്കുറിച്ചുള്ള പഠനത്തിന് എന്ന പേരിൽ അമേരിക്കൻ സൈന്യം നിർമ്മിച്ചതാണ് ഗ്രീൻലാൻഡിലെ ഈ ക്യാമ്പ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മിലിറ്ററി ക്യാമ്പിന് പിന്നിലെ ലക്ഷ്യം അതീവ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. ആണവ മിസൈലുകൾ സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടത്താനും ഇവ സംഭരിക്കാനും തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കിടയിലെ തുരങ്കങ്ങളിലൂടെ ഇവ വിക്ഷേപിക്കുന്നതിനും അടക്കമുള്ള രഹസ്യ പദ്ധതി തയ്യാറാക്കുന്ന പ്രോജക്റ്റ് ഐസിന്റെ പരീക്ഷണ കേന്ദ്രമായിരുന്നു ഇവിടെ മഞ്ഞിന് അടിയിൽ ഉറങ്ങിക്കിടന്നത്. 3000 മൈലുകൾ നീണ്ടുകിടക്കുന്ന തുരങ്കങ്ങളും 2000 മിസൈൽ ലോഞ്ച് പോയിന്റുകളും ഈ രഹസ്യ തുരങ്കത്തിന്റെ ഭാഗമായിരുന്നു. ഐസ്മാൻ എന്ന് പേരിട്ടിരുന്ന മിസൈലുകൾക്ക് സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്യൻ ഭാഗങ്ങളുടെയും 80% പ്രദേശങ്ങളിലേക്ക് കുതിച്ചെത്താൻ കഴിയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ പ്രദേശത്തെ അസ്ഥിരമായ കാലാവസ്ഥയും തണുത്തുറഞ്ഞ അന്തരീക്ഷവും ഈ പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചു. തുടർന്ന് 1967ഓടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത്. നാസ ഐസ് ഷീറ്റിന്റെ ഒരു ദ്വിമാന പ്രൊഫൈൽ ഉണ്ടാക്കിയെടുത്തു. ഇതിൽ രഹസ്യ നഗരത്തിന്റെ ഘടനകൾ വളരെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. ശീതയുദ്ധത്തിന്റെ അവശിഷ്ടമാണ് ക്യാമ്പ് സെഞ്ചുറി അഥവാ ഐസ് അണ്ടർ ദ സിറ്റി. US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയർമാർ 1959 ഐസ് ഷീറ്റിന്റെ ഉപരിതല പാളികൾക്കുള്ളിൽ വെട്ടിയുണ്ടാക്കി, തുരങ്കങ്ങളുടെ മാതൃകയിൽ വെട്ടിയുണ്ടാക്കി ഒരു വലിയ ശൃംഖലയുണ്ടാക്കി അവിടെ സൈനിക താവളം നിർമ്മിച്ചു. 1967 ഇത് ഉപേക്ഷിച്ചതിനു ശേഷം ഈ തുരങ്കം ഒട്ടാകെ മഞ്ഞു മൂടിപ്പോയി. റേഡിയോ തരംഗങ്ങൾ അയച്ച് അവ സെൻസറിലേക്ക് പ്രതിഫലിപ്പിക്കാൻ എത്ര സമയമെടുക്കും എന്ന് കണക്കാക്കിയാണ് നാസയുടെ റഡാർ ഐസ് അണ്ടർ ദ സിറ്റിയിലേക്കുള്ള ദൂരം അളന്നത്. ക്യാമ്പ് സെഞ്ചുറിക്ക് മുകളിലൂടെ റേഡിയോ തരംഗങ്ങൾ മഞ്ഞുമൂടിയ അടിത്തറയുടെ 2D പ്രൊഫൈൽ നിർമ്മിക്കാൻ സാധിച്ചു. 1967 ക്യാമ്പ് സെഞ്ചുറി പ്രവർത്തനരഹിതമാക്കിയപ്പോൾ അതിന്റെ ആണവ റിയാക്ടർ നീക്കം ചെയ്തിരുന്നു. എന്നാൽ 53,000 ഗാലൻ ഡീസൽ ഇന്ധനം, റേഡിയോ ആക്റ്റീവ് കൂളന്റ്, ജൈവ മാലിന്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ഒരുപാട് വസ്തുക്കൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇത് വളരെ അപകടകരമായ ഒരു മാലിന്യമായിരുന്നു. ഈ മാലിന്യം മഞ്ഞുപാളികൾക്കടിയിൽ തന്നെ അടിഞ്ഞുകിടന്നു. താഴ്ന്ന നിലയിലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും വലിയ അളവിലുള്ള മലിനജലവും ഉൾപ്പെടെ 136 ഏക്കർ മാലിന്യം ഈ സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ആഗോളതാപനം മൂലം ഗ്രീൻലാൻഡിലെ മഞ്ഞ് ഉരുകുന്നത് തുടരുന്നതിനാൽ ഈ വസ്തുക്കൾ കാര്യമായ പാരിസ്ഥിതിക ഭീഷണിയാണ് ഉയർത്തുന്നത്. ക്യാമ്പ് സെഞ്ചുറിയുടെ കണ്ടെത്തൽ ശീതയുദ്ധ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നത് തന്നെയാണ്. അന്റാർട്ടിക്കയിലെ സമാന പരിതസ്ഥിതികളിലെ മഞ്ഞുപാളികളുടെ കനം അളക്കുന്നതിനും ഭാവിയിൽ സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ കണക്കുകളെല്ലാം നിയന്ത്രിക്കുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.